ഹലോ. ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കില് എനിക്കൊരു 5 വ്യൂവേഴ്സിന്റെ ഇത് കാണുന്നുണ്ട്. സോ, ആം, അത് എന്നെ കേൾക്കുന്നുണ്ടോന്ന് ഒന്ന് ഈ ചാറ്റ് ബോക്സിലൊന്ന് എഴുതാവോ? അല്ലെങ്കിൽ കമന്റ് ചെയ്യാവോ? പ്ലീസ്. കേൾക്കുന്നില്ലേ? ഓക്കെ. താങ്ക് യു നിമി ഫോർ ദാറ്റ്. ഹലോ മിനിഞ്ച. താങ്ക് യു. ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോ? കേൾക്കുന്നില്ല? ഓക്കെ ജോബി. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ദാറ്റ്സ് ഗുഡ്. അപ്പം 8 o'clock തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. എന്നാലും ജോബി സ്ലൈഡ്സ് ഇടാൻ സമ്മതിച്ചില്ലല്ലോ. That was awful. ഇതിനകത്ത് ഹലോ അജി, താങ്ക് യു ഫോർ പോപ്പിംഗ് ഇൻ. നമ്മൾ പരീക്ഷിച്ചതൊക്കെ വൃദ്ധാവിലായി. ജോബി, ഇതിനകത്തൊരു ഇത് വരുന്നുണ്ട്, കീ ഫ്രെയിം റേറ്റ് ടു ലോ. ഇത് വല്ലതും ഞാൻ ചെയ്യേണ്ടതാണോ? റെക്കമെൻഡഡ് കീ ഫ്രെയിം റേറ്റ്സ് ആർ ഇൻ ദ റേഞ്ച് ഓഫ് 1 every 2 to 4 seconds. ഇത് വല്ലതും ചെയ്യണോ? ഞാനത് മാറ്റി. എനിവേ, ഹലോ ലീന. So no pressure here. Hello, Linta, Chitra, Fatima, Minnie. Okay, just one more minute to go. Hello, Erixa. Thanks, Lena, for that vote of confidence. Okay, so it's 8 o'clock. The usual session starts at 8 o'clock. So, Joby, can you just give me a thumbs up to say it's okay to start at 8 o'clock? We don't need to wait for 2 or 3 minutes. ഒന്ന് പറയാവോ സ്റ്റാർട്ട് ചെയ്ത ഓക്കെ ആന്ന്? Or meaning Janie, one of you.
No? It's is it okay to start? Okay, I'm starting. I was waiting for confirmation from Joby to say it's all okay, you can start now. Um, but no such confirmation. However, I am hoping that you all can hear me clearly. There is no such fantastic. That's it. That's it, Meninja. So you can hear me clearly. There is no such disturbance, um, etc., etc. If there is any problems, you can't hear me. I'm talking too fast, or you need clarification. Please use the comment box to say so. This session is something like an extension to what Lima did a few weeks ago. She did a beautiful session on um, academic writing skills. It's quite a vast session. Actually, it takes 3 hours um, for a library academic librarian to do the session. അപ്പം അതൊരു ജസ്റ്റ് ഒരു 1 hour കൊണ്ട് അതിൻ്റെ ഒരു സർഫസ് സ്കിം ചെയ്യാനേ പറ്റുള്ളൂ ആരാണെങ്കിലും. ബട്ട് ലീമ ഡിഡ് എ വെരി ബ്യൂട്ടിഫുൾ ജോബ് റിഗാർഡിങ് ദാറ്റ്. പുള്ളിക്കാരത്തി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് സം അപ്പ് ചെയ്യാം, ഒന്ന് റിഫ്രഷ് ചെയ്യാം, ആൻഡ് ദെൻ ഐ വിൽ ഗോ ഓൺ ടു മൈ സെഷൻ. I hope that's okay. Before that, I have to say, if any fathers in here, wish you all a happy Father's Day. Okay, so Lima spoke about how to write a good essay, and she said about 5 steps. 3 was about preparation, and the other 2 about proofreading and word count and things like that. She also mentioned something called the learning outcome. She spoke about the module handbook and how we need to really read it carefully before we start off any assignment or assessment. That's a very, very critical point in any assignment or any assessment. നമ്മുടെ നാട്ടിൽ നമ്മൾ ചെയ്തതുപോലെ ഇപ്പോൾ എന്നെ പോലെയൊക്കെ ആണെങ്കിൽ കുറച്ച് ലൈബ്രറിയിൽ പോയി 2-3 ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അവിടുന്ന് ഒരു ഇൻട്രഡക്ഷൻ്റെ കുറച്ച് ഭാഗം, ഇവിടുന്ന് കുറച്ച് ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് കുറച്ച് ഭാഗം, ഇവിടുന്ന് കുറച്ച് അടുത്ത പാരഗ്രാഫിൻ്റെ കുറച്ച് ഭാഗം, ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഒരു മിക്സ് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 87 മാർക്കൊക്കെ കിട്ടാനുള്ള ഒരു ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല അത്. ഇവിടെ ഓരോ പ്രോഗ്രാമിനും ഒരു എയിം ഉണ്ട്, കുറച്ച് ലേണിംഗ് ഔട്ട്കംസ് ഉണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ അടിയിലുള്ള മോഡ്യൂൾസിന് അതിൻ്റേതായ എയിംസ് ഉണ്ട്, ലേണിംഗ് ഔട്ട്കംസ് ഉണ്ട്. അപ്പം ഈ ലേണിംഗ് ഔട്ട്കംസ് ഈ മോഡ്യൂൾ ചെയ്ത കൊച്ചുങ്ങൾക്ക് സ്റ്റുഡൻസിന് കിട്ടിയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അസൈൻമെൻറ്റ് അവർ തയ്യാറാക്കുന്നത്. ഒരു പ്രോഗ്രാം ലീഡ് അല്ലെങ്കിൽ ഒരു മോഡ്യൂൾ ലീഡ് തയ്യാറാക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു മോഡ്യൂൾ ഹാൻഡ് ബുക്ക് അല്ലെങ്കിൽ ഒരു മോഡ്യൂൾ ഗൈഡ് നമ്മളെ തീർച്ചയായിട്ടും വായിച്ചിരിക്കണം എന്ന് ലീമ പറഞ്ഞത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സോ ബിഫോർ യു സ്റ്റാർട്ട് ഓഫ് എനി അസസ്മെൻറ്റ് ഓർ എനി അസൈൻമെൻറ്റ്, ദ ഫസ്റ്റ് തിങ് ഈസ് ടു ലുക്ക് അറ്റ് ദ മോഡ്യൂൾ ഔട്ട്കം ആൻഡ് ദ മോഡ്യൂൾ എയിം ആൻഡ് ദ മോഡ്യൂൾ ലേണിംഗ് ഔട്ട്കംസ്. അതിന് ഒരു എബ്രിവേഷൻ ഉണ്ട്, ILO. അങ്ങനെയാണ് ഇൻറ്റൻഡഡ് ലേണിംഗ് ഔട്ട്കം. അപ്പം പുള്ളിക്കാരത്തി അത് പറഞ്ഞു, അതിൻ്റെ അസസ്മെൻറ്റ് പറഞ്ഞു. ഇനി ഈ സെഷനിൽ ഞാൻ നോക്കാൻ പോകുന്നത് ആസ് എൻ അസസ്സർ, ആസ് സംവൺ ഹൂ ലുക്സ് അറ്റ് അസൈൻമെൻറ്റ്സ് വെരി ഫ്രീക്വൻ്റ്ലി, എന്താണ് ഒരു അസൈൻമെൻറ്റിൽ നിന്ന് ഒരു അസസ്സർ നോക്കുന്നത്, എന്താണ് അതിൻ്റെ കീ തിങ്സ്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ആസ് someone who is writing the assignment, what can you do to make it easy for the assessor? ഈ ഒരു 2 പെർസ്പെക്റ്റീവ്സ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഐ കീപ്പ് ഇറ്റ് വെരി ബ്രീഫ്, കാരണം കുറച്ച് ടൈം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ക്ലാരിഫൈ ചെയ്യാൻ യൂസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഐ കീപ്പ് ഇറ്റ് വെരി ബ്രീഫ്. സോ
Any so this is that's the whole purpose of the session. That is where I am coming from, and അതാണ് അതിൻ്റെ purpose. സോ അതിന് കുറച്ചും കൂടി ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ഈ എല്ലാ യൂണിവേഴ്സിറ്റീസിനും ഇവരുടെ അസസ്മെൻറ്റ് കവർ ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഫ്രെയിം വർക്ക് ഉണ്ട്. അതിൻ്റെ ഇതാണ് ഹയർ എഡ്യൂക്കേഷൻ ഫ്രെയിം വർക്ക് ഫോർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പറയുന്നത്. അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഏത് യൂണിവേഴ്സിറ്റി പോയാലും എൻ്റെ അസൈൻമെൻറ്റ് മാർക്സ് ഇറ്റ് വിൽ ബി ഇക്വിറ്റബിൾ. അതായത് ഞാൻ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി പോയിട്ട് ലെവൽ 7 പഠിച്ചിട്ട് 50% കിട്ടിയാലും, സാൽഫേർഡിൽ പോയിട്ട് ലെവൽ 7 പഠിച്ചിട്ട് 50% കിട്ടിയാലും ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ. അതിൻ്റെ ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഷുഡ് ബി ഈക്വൽ. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡേർഡ്സ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ഈ സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഓരോ മോഡ്യൂൾ സ്പെസിഫിക്കേഷൻസും അല്ലെങ്കിൽ പ്രോഗ്രാം ഗൈഡോ എന്താ പറയുക പ്രോഗ്രാം സ്പെസിഫിക്കേഷനോ തയ്യാറാക്കിയിരിക്കുന്നത്. സോ all assessments is based on that quality standards. കാരണം ഇത് ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും അതിനാ ഇക്വിറ്റബിൾ ഇത് വേണം അതിന് വേണ്ടിയിട്ട്. സോ അതുകൊണ്ടാണ് ഓരോന്നിനും ഓരോ ഡിസ്ക്രിപ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. ലെവൽ 6 എനിക്ക് തോന്നുന്നു ലീം അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തിൻ്റെ പ്രസൻറ്റേഷനിൽ. സോ ഒരു ലെവൽ 5 ആണെങ്കിൽ അതിന് കുറച്ച് ഡിസ്ക്രിപ്റ്റേഴ്സ് അതിന് എന്താ പറയുക എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് അങ്ങനെ കുറച്ച് ഡിസ്ക്രിപ്റ്റേഴ്സ് വെച്ചിട്ടുണ്ടാവും. എന്ത് അസൈൻമെൻ്റ് ആണെങ്കിലും പോസ്റ്റർ പ്രസൻറ്റേഷൻ ആണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ ഒരു ഡിസ്ക്രിപ്റ്റേഴ്സ്. ഇപ്പോൾ ലെവൽ 6 ആണെങ്കിൽ അത് കുറച്ചും കൂടി ഒരു സൊഫിസ്റ്റിക്കേഷൻ വന്നു. അതിനകത്ത് പറയും എന്താ പറയുക ക്രിട്ടിക്കലി അനലൈസ് സച്ച് എ തിങ് എന്ന് പറയും. ഇനിയിപ്പോൾ ലെവൽ 7 ആണെങ്കിൽ ഇവാലുവേറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ക്രിട്ടിക്കൽ ഡെപ്ത് കൊടുത്തിട്ട് അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കും ലെവൽ 7-ന്. അപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്റ്റേഴ്സിൻ്റെ അനുസരിച്ചാണോ നമ്മുടെ റൈറ്റിംഗ് ലെവൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡിസ്ക്രിപ്റ്റേഴ്സ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഡിസ്ക്രിപ്റ്റേഴ്സിൻ്റെ ബേസിലാണ് നമ്മളുടെ അസസ്മെൻറ്റ് നടത്തുക. അപ്പോൾ ഒരു അസസ്മെൻറ്റ് നടത്തുക അതിന് പറയുന്ന ഒരു പേരാണ്. അപ്പോൾ എനിക്കിപ്പം ഇഷ്ടപ്പെട്ട എൻ്റെ ക്ലാസ്സിൽ എൻ്റെ മോഡ്യൂൾ ചെയ്യുന്ന കൊച്ചുങ്ങളിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ ആ കൊച്ചിന് സ്പെഷ്യൽ മാർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഐ ഹാവ് ടു ഗോ ത്രൂ സം ചെക്ക് ലിസ്റ്റ്. ഇവിടെ അതിന് പറയുന്ന പേരാണ് റൂബ്രിക്സ് അല്ലെങ്കിൽ ഗ്രേഡ് ഡിസ്ക്രിപ്റ്റേഴ്സ്. അപ്പം നിങ്ങൾ ഏത് മോഡ്യൂൾ ഈ UK-യിലെ ഏത് യൂണിവേഴ്സിറ്റി ചെന്നിട്ട് ഏത് മോഡ്യൂൾ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു അസൈൻമെൻറ്റ് ബ്രീഫ് എന്ന് പറയുന്ന ഒരു സാധനവും അതിൻ്റെ കൂടെ ഒരു ഗ്രേഡ് ഡിസ്ക്രിപ്റ്റേഴ്സ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി നോർത്ത് വെസ്റ്റിലെ 3 യൂണിവേഴ്സിറ്റീസിലും ഈ ഒരു കാര്യം ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിപ്പിച്ചപ്പോഴും സാറ്റ്ഫോർഡിൽ ചെയ്തപ്പോഴും മാഞ്ചസ്റ്റർ മെട്രോപൊളിറ്റനിൽ ഇതായിട്ട് നിന്നപ്പോഴും ഐ നോ ദീസ് മോഡ്യൂൾസ് വിൽ ഹാവ് അല്ലെങ്കിൽ മഞ്ജു ഇഫ് യു ആർ ഹിയർ യു ക്യാൻ സേ ഇഫ് ഇറ്റ് ഇസ് നോട്ട് ദെയർ. സോ ഈ അസൈൻമെൻറ്റ് ബ്രീഫ് ഉണ്ടാവും, അതിൻ്റെ അടിയിൽ ഈ റൂബ്രിക്സും ഉണ്ടാവും അല്ലെങ്കിൽ ഗ്രേഡ് ഡിസ്ക്രിപ്റ്റേഴ്സ്. അപ്പം അവർ ഓൾറെഡി പറയാണ് നമ്മളോട് ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നിങ്ങളുടെ വർക്ക് ഞങ്ങൾ അസസ് ചെയ്യുന്നത്. This is how your work will be marked. So ensure that you align your work to these standards അല്ലെങ്കിൽ to these criteria. So we are going to look at എന്താണ് ഈ റൂബ്രിക്സ് അല്ലെങ്കിൽ എന്താണ് ഈ ചെക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഈ ഗ്രേഡ് ഡിസ്ക്രിപ്റ്റേഴ്സ് എന്ന് പറയുന്ന സാധനം. അതിനകത്ത് ഇത് ഇറ്റ് മേ വേരി ബിറ്റ്വീൻ സ്ലൈറ്റ്ലി വേരി അതിൻ്റെ ടെർമിനോളജീസിൽ ഇറ്റ് മൈറ്റ് വേരി ബിറ്റ്വീൻ ദ യൂണിവേഴ്സിറ്റീസ്, ബട്ട് എസെൻഷ്യലി ഇറ്റ് മീൻസ് the same thing, sort of similar thing. It will look whether your knowledge can demonstrate that all the learning outcome is fulfilled. നിങ്ങൾക്കത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? Then it will look at your writing skills. അപ്പോൾ അത് ഏത് ലെവലിലാണോ നിങ്ങൾ ചെയ്യേണ്ടത് ആ ലെവലിലാണോ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ ഇരിക്കുന്നത്.
പിന്നെ അത് നോക്കും സ്ട്രക്ചർ ഉണ്ടോ. അതായത് നമ്മുടെ ഈ വർക്കിന് ഈ 5000 വേർഡ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ 3000 വേർഡ്സ് ആണെങ്കിൽ ഇതിന് ഡസ് ഇറ്റ് ഹാവ് ദാറ്റ് പ്രോപ്പർ സ്ട്രക്ചർ. എന്നിട്ട് ലീമ ഒരു ബ്യൂട്ടിഫുൾ വേർഡ് അതിന് പറഞ്ഞു, ഒരു കൊഹറൻസ് ഉണ്ടോ, ഡസ് ഇറ്റ് ഫ്ലോ ലോജിക്കലി. അതാണ് അതിൻ്റെ സ്ട്രക്ചർ. പിന്നെ എവിഡൻസ്, ഇറ്റ് വിൽ ലുക്ക് ഫോർ എവിഡൻസ് ആൻഡ് ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഈ എവിഡൻസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ യു കെയിൽ. പിന്നെ റെഫറൻസിങ്. ഈ ഈ 5 ക്രിട്ടിക്കൽ കാര്യങ്ങളാണ് എനി റൂബ്രിക്സിലും ഉണ്ടാവുക, അല്ലെങ്കിൽ എനി എസ്എസ്സറും എസ്എസ് ചെയ്യുന്നത് ഈ 5 കാര്യങ്ങൾ വെച്ചിട്ടാണ്. സോ ഫസ്റ്റ് അവർ ഈ നോളേജിൽ നോക്കുന്നത്, സോ വിൽ ഗോ ത്രൂ വൺ ബൈ വൺ. ഓക്കെ, ഓക്കെ 11 മിനിറ്റ്സ് അല്ലേ. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണോ, അല്ലെങ്കിൽ ഇസ് ഇറ്റ് ടു കൺഫ്യൂസിങ്, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഇതാക്കി പറയണോ, ഒന്ന് പറയാമോ ആരെങ്കിലും ഇൻ ദ കമൻറ്റ് ബോക്സ്? എൻ്റെ ഭാഷ മനസ്സിലാവുന്നുണ്ടോ? ഇസ് ഇറ്റ് ഓക്കെ? മിനിഞ്ച, എനിത്തിങ് ടു സേ? Okay, thank you, Roshan. So we'll go through this one by one. The first one is, as I said, the knowledge. And in the knowledge, the key thing that you have to demonstrate in your work is um, that you have really gained something. Thanks, Jinsi. Thanks, Manchula and Adarsh. So you have gained something. അപ്പം അതിൻ്റെ ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ മോഡ്യൂളിലെല്ലാം പോയിട്ടില്ലെങ്കിലും ആ സെഷൻ്റെ എന്തെങ്കിലും കുറച്ച് ഭാഗങ്ങളോ, അല്ലെങ്കിൽ ഈ ലെക്ചറർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളോ കോൺസെപ്റ്റ്സോ, അല്ലെങ്കിൽ എന്തെങ്കിലും കീവേഡ്സോ ഒക്കെ നമ്മളുടെ വർക്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, that will give this person, this assessor, an idea that this student has really engaged with the module. അപ്പം അത് ഒരു വഴിയാണ് നമ്മളുടെ നോളേജിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ. അറ്റ് ദ സെയിം ടൈം, ലൈക്ക് what Lima said was, ഈ ILO, ഇപ്പം പേഴ്സൺ സെൻറ്റേർഡ് കെയറിനെ കുറിച്ചിട്ടുള്ള ഒരു മോഡ്യൂൾ ആണെങ്കിൽ ആ പേഴ്സൺ സെൻറ്ററിനെ കുറിച്ചിട്ടുള്ള ഒരു ഡെപ്തിലുള്ള ഒരു നോളേജ് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, തെറപ്യൂട്ടിക് റിലേഷൻഷിപ്പ്, ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് കൊണ്ടുവരണം. ഇനി അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ ലേണിംഗ് ഔട്ട്കംസ് ഒന്ന് നോക്കുക. അതിനകത്ത് എന്തൊക്കെയാണ് കീവേഡ്സ് ചെയ്തിരിക്കുന്നത്, അതനുസരിച്ച് you will have to include that in your work as well. അതാണ് നോളേജ്. ഈ നോളേജ്, ഇറ്റ്സ് ടു ഡെമോൺസ്ട്രേറ്റ് നോളേജ് ഇൻ യുവർ വർക്ക്, ഇറ്റ്സ് ക്വൈറ്റ് ഈസി. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ യു ക്യാൻ ഹൈലൈറ്റ്, ഓക്കെ, ഓർ സൈൻ പോസ്റ്റ് യുവർ ലെവൽ ഓഫ് നോളേജ്. എനിക്ക് ഞാൻ ഇത്രയും അസൈൻമെൻറ്റ്സ് കറക്റ്റ് ചെയ്തിട്ടും അസസ് ചെയ്തിട്ടും ഉണ്ടെങ്കിൽ ആ നോളേജ് ഇതിൽ അധികം ഗ്യാപ്പോ, അല്ലെങ്കിൽ നീ ഇത് അറ്റൈൻ ചെയ്തിട്ടില്ല എന്നുള്ള അത് വളരെ കുറവായിട്ടേ പറയേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ വരുന്നത് ഈ റൈറ്റിംഗ് സ്കിൽസാണ്. അവിടെയാണ് എല്ലാവരും, റിഗാർഡ്ലെസ് ഓഫ് വെദർ വി ആർ നേറ്റീവ് സ്പീക്കേഴ്സ് ഓർ നമ്മളെ കേരളൈറ്റ്സ് ആണോ എന്ന് വേണ്ട, നമ്മളെല്ലാവരും പോകുന്നത് ഈ റൈറ്റിംഗ് സ്കിൽസിലാണ്. എൻ്റെ ഫസ്റ്റ് മാസ്റ്റേഴ്സിൻ്റെ എവിഡൻസ് ബേസ്ഡ് എസ്സേ ആയിരുന്നു. ആ എസ്സേ ഞാൻ കൊണ്ടുപോയി കൊടുത്തപ്പം ലെക്ചറർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഇത് വളരെ പോക്കാണെന്ന് പറഞ്ഞു. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ദ സെഡക്ഷൻ ഓഫ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ബിഗാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹൈഫൈ ലിറ്ററേച്ചർ ലാംഗ്വേജിലാണ് ഞാൻ സംസാരിച്ചത്. അപ്പം ഈ റൈറ്റിംഗ് സ്റ്റൈല് അല്ലെങ്കിൽ റൈറ്റിംഗ് സ്കിൽ എന്നുള്ളത്
ഞാൻ നമ്മൾ വിചാരിക്കുന്നത് ഇറ്റ് ഈസ് വെരി കൊമ്പത്ത് കിടക്കുന്ന ഒരു സാധനമാണ്, നമ്മൾ ചെയ്യാത്ത ഒരു സാധനമാണ് എന്നൊക്കെയാണ് നമ്മുടെ വിചാരം. പക്ഷെ ആക്ച്വലി ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഐ ആം തിങ്കിങ് ഇൻ ദിസ് വേ. കറക്റ്റ്, യു ക്യാൻ കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. പക്ഷെ നമ്മളിപ്പോൾ ഒരു ക്ലിനിക്കൽ ഫീൽഡിൽ നമ്മൾ ഒരു പേഷ്യൻ്റ് ഡിറ്റോറേറ്റ് ചെയ്തിട്ട് നമ്മളൊരു എസ് ബാർ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുകയാണ് നമ്മുടെ ഔട്ട് ഓഫ് ഓഫീസ് ഡോക്ടേഴ്സിനോ ആർക്കെങ്കിലും നമ്മൾ ആ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ നമ്മൾ പറയത്തില്ലേ, ദിസ് പേഷ്യൻറ്റ് ഇസ് ഹാവിങ് സച്ച് എ തിങ്, it is going to get complicated because of such a thing, so you have to come and do such a thing. ഇതാണ് എസെൻഷ്യലി ആ കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്നത്. പേഷ്യൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി, ഇപ്പം നടക്കുന്ന ഡിറ്റോറിയേഷൻ, അപ്പം ഇത് ഇതിനകത്തോട്ട് വരും, അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വന്നിട്ട് ഇമാതിരി കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്, ഇതാക്കുന്നത്. ഞാൻ കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ, ബട്ട് എസെൻഷ്യലി ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. സെയിം തിങ് വി ഹാവ് ടു റൈറ്റ്. അതോ ഉള്ളൂ ഇത്. ഒരു ഫാക്റ്റ് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി, ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ എഴുതി വെച്ചുകൊണ്ട് കാര്യമില്ല. സോ വാട്ട്, അങ്ങനെ ഒരു സോ വാട്ട് ഈസ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, സോ വാട്ട്, ആൻഡ് അത് കഴിഞ്ഞിട്ട് നൗ വാട്ട്. ഈ 3 ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ആൻസർ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിട്ടിക്കൽ അനലിറ്റിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. ഞാൻ പറയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ബോറിസ് ജോൺസൺ ഇസ് എ ഗുഡ് PM. ഞാനത് കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് പറയല്ല, ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണ്. ബോറിസ് ജോൺസൺ ഇസ് എ ഗുഡ് PM. അപ്പം ഇറ്റ് ക്യാൻ ബി മൈ ഒപ്പീനിയൻ, ഇറ്റ് കുഡ് ബി എ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഞാൻ എങ്ങനെയാണ് അതിനെ ക്വാളിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എവിഡൻസ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ സെൻറ്റൻസിനെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, കുറച്ചും കൂടി ഒന്ന് സൊഫിസ്റ്റിക്കേറ്റ് ആക്കി പറയുന്നത്. സോ ഐ വിൽ സേ, എന്തുകൊണ്ടാണ് ഞാൻ PM ബോറിസ് ജോൺസൺ ഇസ് എ ഗുഡ് ലീഡർ അല്ലെങ്കിൽ എ ഗുഡ് PM എന്ന് പറയുന്നത്? ഐ വിൽ സേ, the way he gave the authority to the NHS to roll out the vaccination program, as opposed to the track and trace which was given to the private. I'll say I'll say Allah, in that particular action, he ascertained, or he gave the testimony of being a good leader. So ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ട്, അല്ലെങ്കിൽ അത് ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഇൻക്രീസ്, എന്താ പറയുക, ക്വാളിഫൈ ചെയ്തു അല്ലെങ്കിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തു. അപ്പം അതൊരു വെറും ഒരു ഡിസ്ക്രിപ്റ്റീവ്, ഒരു സൂപ്പർഫിഷ്യൽ ലെവൽ ഓഫ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് അത് കുറച്ചും കൂടി ഒരു ലെവൽ 5ഓ ലെവൽ 6ഓ ആയിട്ട് മാറി, ബിക്കോസ് ഐ എം ഗിവിങ് എ ഗുഡ് എക്സാമ്പിൾ. ഇനി അത് കാരണം ട്രാക്ക് ആൻഡ് ട്രേസ് വാസ് എ ഫെയിലിയർ. ഹവർ വാക്സിനേഷൻ റോൾ ഔട്ട് വാസ് എ സക്സസ്. അപ്പം ആ ഒരു ലോജിക്കൽ റീസണിങ്ങിൽ നിന്നാണ് ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതും ആ എക്സാമ്പിൾ കൊടുക്കുന്നതും. സോ ദാറ്റ്സ് എ കണക്ഷൻ ഡേ. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞാണ്. സോ ജോബി, യു ഹാവ് ടു ഫോർഗിവ് മീ, ഐ എം ടേക്കിംഗ് യു ആസ് എൻ എക്സാമ്പിൾ. So I'll say Joby is a excellent leader. Why I am saying he's an excellent leader? Uh, Joby showed great vision in organizing this Kerala UK platform to share information for this particular community. So ഞാൻ പറയാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസും ലീഡർഷിപ്പും ഒക്കെ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷനാണ് vision. Every leader should have a vision. So he showed that vision in organizing this Kerala UK community to share information. അപ്പം ഞാൻ ഒരു നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തു. ഇനി ഞാൻ അതിനെ കുറച്ചും കൂടി ഒരു ലെവൽ 5ഓ ലെവൽ 6ലോ എങ്ങനെയാക്കുക, ഞാൻ അതിനെ കണക്റ്റ് ചെയ്യാണ്. സോ ഐ എം ഗിവൻ ദാറ്റ് ഹിസ് എ വിഷൻ. നൗ അതിൻ്റെ കൂടെ അതിനെ ക്വാളിഫൈ ചെയ്യാൻ ഞാൻ പറയാണ്, furthermore he showed his keenness അല്ലെങ്കിൽ his enthusiasm in organizing skill sessions അല്ലെങ്കിൽ information sessions for this particular community. സോ ഞാൻ ഒരു എക്സാമ്പിൾ അല്ല കൊടുത്തത്, വേറൊരു എക്സാമ്പിൾ കൂടി കൊടുത്തു.
So we are still at level 6. ഓക്കെ, ഞാൻ ഒരു കണക്റ്റീവ് കൊടുത്തു, ദാറ്റ് ഇസ് ഫർദർ മോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻ എഡിഷൻ ടു, അങ്ങനെയൊക്കെ പറയാം. ഇനി നമ്മൾ അതിനെ കുറച്ചും കൂടി സൊഫിസ്റ്റിക്കേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുകൊണ്ട് എന്ത് കാര്യം, ഇങ്ങനെയൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെയൊക്കെ ലീഡറാണ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും, എഗെയിൻ ഹൗ ഡു വി നോ ദിസ് ഇസ് എഫക്റ്റീവ്? അപ്പം ഹൗ ഡു വി നോ ഇറ്റ് ഇസ് എഫക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിനൊരു കൂടുതൽ ഒരു എക്സാമ്പിൾ, ഒരു സ്റ്റെപ്പ് ഫർദറും കൂടി നമ്മൾ പോവാണ്. സോ സോ വി സേ ഫ്രം ദ അനക്ഡോട്ടൽ എവിഡൻസ്. ഈ അനക്ഡോട്ടൽ എവിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഓൺ അനക്ഡോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൻറ്റിഡോട്ട് ഒന്നും അല്ലേ, ഇറ്റ് ഈസ് അനക്ഡോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്റ്റോറി. പക്ഷേ ഈ സ്റ്റോറി എന്ന് പറയുമ്പം അതിനെ നമ്മൾ ഓക്കെ ഒരു കഥ എന്നുള്ളത് പോലെ അതിനെ തള്ളിക്കളയരുത്. ഇറ്റ് ഈസ് എ എക്സ്പീരിയൻഷ്യൽ, എന്താ പറയുക, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടുള്ള ഒരു അറിവാണത്, ഓർ എവിഡൻസ് ആണത്. സോ ദി അനക്ടോറൽ എവിഡൻസ് ഫ്രം ദ ടെസ്റ്റിമണീസ് ഓഫ് ദ നഴ്സസ് who went through or who engaged in these skill sessions have proven the impact or the effectiveness of these skill sessions, because they moved in their career, they progressed in their career. അതാണ് ഈ ടെസ്റ്റിമണീസ് പറയുന്നത്. അപ്പോൾ നമ്മൾ അപ്പം ഇറ്റ് ഈസ് മൂവ് ടു ദ ലെവൽ 7 ആക്ച്വലി. കാരണം അതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇഫക്റ്റീവ്നെസ് ഒരു സെഷൻ്റെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഫ്രം എ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്, ജോബി ഈസ് എ ഗ്രേറ്റ് ലീഡർ, അല്ലെങ്കിൽ എ ഗുഡ് വിഷണറി, അല്ലെങ്കിൽ whatever it is, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് വി മൂവ്ഡ് ടു സേ ഹീസ് എ വിഷൻ, because he organized this platform and he just didn't leave it there. He used this platform to provide skill sessions for the nurses, information sharing for the nurses. And not only that, didn't leave it there, it has proved its effectiveness, because the nurses who engaged with some of the sessions have progressed in their career. And that's the ultimate goal, isn't it? We need to grow. അതല്ലേ നമ്മുടെ ഇതിൻ്റെ ഇത്. സോ ഇറ്റ് ഹാസ് ഷോൺ, ഇറ്റ് ഹാസ് മെയ്ഡ് ദാറ്റ് ഇമ്പാക്ട്, ഇറ്റ് ഹാസ് അതിൻ്റെ ഇഫക്റ്റീവ്നെസ്. അപ്പം ഈ ലെവൽ 5 നമുക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ മതി. ലെവൽ 6 കുറച്ചും കൂടി ഒരു അനാലിസിസ് വേണം, ബ്രേക്ക് ഡൗൺ, കാരണം ശരിക്കും നമ്മൾ കാണിച്ചു കൊടുക്കണം എന്തുകൊണ്ടാണ്. പക്ഷെ ലെവൽ 7 വരുമ്പം നമ്മൾ കുറച്ചും കൂടി അതിൻ്റെ ഇവാലുവേഷൻ മോഡിലോട്ട് പോവാണ്. അതുകൊണ്ടാണ് ഞാൻ ആ 2 വേർഡ്സ് പറയുന്നത്, ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ്നെസ്. ഇനി കുറച്ചും കൂടി നമ്മൾ കടന്ന് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ആ എന്താ പറയുക, ലെവൽ കുറച്ചും കൂടി ഫ്രം 80 to 90 to 100, ആ ഗ്രേഡ് ലെവലിലോട്ട് നമ്മൾ പോകണം എന്ന് നമ്മുടെ ആഗ്രഹമാണെങ്കിൽ, നമ്മൾ കുറച്ചും കൂടി ഒരു എവിഡൻസ് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കും. അതിന് പറയുന്നതാണ് സിന്തസിസ്. സോ ഫ്രം അനാലിസിസ് വി ആർ മൂവിങ് ടു സിന്തസിസ്. അതായത് അവിടുന്നും ഇവിടുന്നും ഒക്കെ നമ്മൾ ഇൻഫർമേഷൻ എടുക്കും. സോ ഇപ്പം വാട്ട് ഡിഡ് ജോബി ഡിഡ്, ഹി ഓപ്പൺഡ് എ ഫേസ്ബുക്ക് ഗ്രൂപ്പ്. അപ്പം നമ്മൾ ആലോചിക്കും, ഇങ്ങനെ വേറെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഈ അപ്പം ഫേസ്ബുക്കിൽ വേറെ എവിടെയും അത് നടന്നിട്ടില്ല. പക്ഷേ ഫേസ്ബുക്ക് ഇസ് ഇൻക്ലൂഡഡ് ഇൻ സോഷ്യൽ മീഡിയ. അപ്പം ഈ സോഷ്യൽ മീഡിയയിൽ വേറെ ഏതൊക്കെയാണ്, ലിങ്ക്ഡിൻ ഉണ്ട്, ട്വിറ്റർ ഉണ്ട്. അപ്പോൾ ട്വിറ്ററിൽ വേറെ ഏതെങ്കിലും ഇങ്ങനത്തെ കമ്മ്യൂണിറ്റി ഇതുണ്ടോ നമ്മൾ നോക്കും. സോ ദർ ഇസ് സംതിങ് കോൾഡ് ബിന. അപ്പം അതിനെപ്പറ്റി എന്തെങ്കിലും റിസർച്ചോ എന്തെങ്കിലും റൈറ്റപ്പോ ഉണ്ടോ? ഉണ്ടായിട്ടില്ല. സോ ദെൻ വി മൂവ് ഓൺ ടു ഏതെങ്കിലും റിസർച്ച് ആർട്ടിക്കിൾസ്, എന്തെങ്കിലും നമ്മൾ വായിച്ചിട്ടുള്ള ആ ഒരു ലെവലിലോട്ട് പോകും. സോ now we are going more in depth. So we are looking at primary sources, predominantly primary sources and primary sources. അപ്പോൾ നമ്മൾ ഈ പ്രൈമറി സോഴ്സസ് എന്ന് പറയുമ്പോൾ ഈ എവിഡൻസ് വേണമല്ലോ. അപ്പം ഈ എവിഡൻസ് കിട്ടാനുള്ള സോഴ്സസ്, ഇറ്റ് കുഡ് ബി ഐദർ പ്രൈമറി സോഴ്സ് ഓർ സെക്കൻഡറി സോഴ്സ്. അപ്പം ഈ എല്ലാ മോഡ്യൂൾ ഹാൻഡ് ബുക്കിലും പറയും, യു ഷുഡ് ഗോ ലുക്ക് predominantly or കൂടുതലായിട്ട് നോക്കേണ്ടത്, അല്ലെങ്കിൽ എവിഡൻസസ് എടുക്കേണ്ടത് ഈ പ്രൈമറി സോഴ്സസ് എന്നാണ്. ഈ പ്രൈമറി സോഴ്സസ് എന്ന് പറയുമ്പം
primary, the first person who did that particular study, അല്ലെങ്കിൽ the first person who gave that information, അതാണ് ഈ പ്രൈമറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവർ കുറച്ചും കൂടി ഇതായിട്ട് പറയും പിയർ റിവ്യൂഡ് ജേർണൽസ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ആർട്ടിക്കിൾസ്, റിസർച്ച് ആർട്ടിക്കിൾസ് എടുക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ആർട്ടിക്കിൾസൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇത് എടുക്കുന്നു. അപ്പം ഈ എവിഡൻസ് എടുക്കുമ്പം നമ്മളിനി ഇത് കൊണ്ടുവരികയാണല്ലോ, നമ്മുടെ ജോബിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുവരികയാണ്. സോ ഇവിടം വരെ എത്തി, നമ്മൾ നമ്മുടെ ഇമ്പാക്റ്റിൽ വരെ എത്തി. അപ്പം നമ്മൾ ഒരു റിസർച്ച് ആർട്ടിക്കിൾ നമ്മൾ കണ്ടു. ലെറ്റ്സ് സേ ഡേവിസ് എറ്റോൾ 2009 ഒരു ക്വാളിറ്റേറ്റീവ് സ്റ്റഡി നടത്തി. അപ്പം പുള്ളിക്കാരത്തി കണ്ടുപിടിച്ചു. അപ്പം നമ്മൾ എഴുതാണ് in the qualitative exploration of Davis et al. 2009, it was found that uh, uh, the communities, the individuals who engaged in Facebook groups, in closed Facebook groups, they were able to improve their career trajectory or career pathway because of information provision. അപ്പം അങ്ങനെ ഒരു സ്റ്റഡി കണ്ടു. സോ യു സേ ദിസ് പെർട്ടിക്കുലർ സ്റ്റഡി കണ്ടു. അപ്പം ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഇതും കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് എക്സ്പ്ലോറേഷനിൽ ഇൻ ഡേവിസ് എറ്റോൾ 2009 ഫൗണ്ട്. അപ്പം ഇത് രണ്ടുമാണ് ക്വാളിറ്റേറ്റീവ് എക്സ്പ്ലോറേഷൻ. അപ്പം നമ്മൾ ആ സ്റ്റഡീനെ എന്ത് സ്റ്റഡിയാന്ന് പറയുന്നു, അത് എന്താണ് കണ്ടതെന്നും പറയുന്നു. എന്നിട്ട് നമ്മൾ കൂടുതലായിട്ട് ഒന്നും കൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു 98 ഗ്രേഡ് കിട്ടുന്ന രീതിയിൽ നമ്മളൊന്നുകൂടി പറഞ്ഞാൽ, in the most recent systematic review in 2021, let's say Francis et al. 2021 confirmed that the individuals who engaged in these kind of closed Facebook groups improved their self-efficacy, അല്ലെങ്കിൽ അതിൻ്റെ capability, നമ്മുടെ self-ability, and thereby were able to fulfill their goals. ഓക്കെ, അപ്പം അതും കൂടി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായി. സോ ഫ്രം എ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ലെവൽ 7 സിന്തസിസ് വരെ എത്തി. കാരണം ഒരു ചെറിയ ഒരു എവിഡൻസ് അല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്, നമ്മൾ എവിഡൻസിൻ്റെ ഒരു പിനക്കൽ എന്ന് പറയാവുന്ന ഒരു സിസ്റ്റമാറ്റിക് റിവ്യൂ. അതാണ് ഇങ്ങനെ പല സ്റ്റഡീസും ഒരുമിച്ച് വെച്ചിട്ട് എന്താണ് നല്ലത് എന്ന് എന്താ പറയുക, ഒരു അതോറിറ്റേറ്റീവ് ആയിട്ട് പറയുന്ന ഒരു സ്റ്റഡിയാണ് സിസ്റ്റമാറ്റിക് റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം ആ സിസ്റ്റമാറ്റിക് റിവ്യൂ കൺഫേം. അപ്പം ഞാൻ യൂസ് ചെയ്ത 2 വേർഡ്, ക്വാളിറ്റേറ്റീവ് എക്സ്പ്ലോറേഷനിൽ ഞാൻ ഫൗണ്ട് എന്നാണ് പറഞ്ഞത്, ഞാൻ അവിടെ കൺഫേം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് എക്സ്പ്ലോറിങ്, ഇൻഡെപ്ത് ആയിട്ട് എക്സ്പ്ലോറിങ്. ജസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ഇറ്റ് ഈസ് ജസ്റ്റ് എന്താ പറയുക, the philosophy of the qualitative research is to go in deep. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്, അതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അത് ക്വാണ്ടിറ്റേറ്റീവിന് പറ്റത്തില്ല. സിസ്റ്റമാറ്റിക് റിവ്യൂ എന്നൊക്കെ പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ഈ RCT, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. സോ പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് വേർഡാണ് ദ സിസ്റ്റമാറ്റിക് റിവ്യൂ കൺഫേം. അപ്പം കാരണം കൂടുതൽ ഇൻ ദ നമ്പേഴ്സ് ഫിഗേഴ്സ് ഒക്കെ കാരണം കൊണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് അനാലിസിസ് കാരണം, ദേ ക്യാൻ കൺഫേം ദാറ്റ്. സോ ഇങ്ങനെ ആ ഒരു സ്റ്റൈലിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്ന ഒരു മാർക്ക് നത്തിങ് ബിലോ ദാൻ 80, ദാറ്റ് ഈസ് ഡെഫിനറ്റ്. പക്ഷേ ഇങ്ങനെയാണ് ആ പ്രോസസ്സ്. സോ യു നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് യുവർ ലെവൽ should be, what level should be, and what descriptors you need to use in your assignment and module. പിന്നെ വേറെ ഒന്നുണ്ട്, ഈ ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് തരാണ്. ഈ ചില വേർഡ്സ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്, furthermore, nonetheless, however, therefore, പിന്നെ എന്തൊക്കെയാ, despite, on the contrary, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫ്രേസസ് നമ്മുടെ ജസ്റ്റ് ഗൂഗിൾ മാഞ്ചസ്റ്റർ അക്കാഡമിക് ഫ്രേസ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് കം അപ്പ്. എനിക്ക് തോന്നുന്നില്ല എനിക്ക് എഴുതാൻ പറ്റുമെന്ന്.
ഒന്ന് എഴുതി നോക്കട്ടെ. മാഞ്ചസ്റ്റർ ഫ്രേസ് യൂണിവേഴ്സിറ്റി ഫ്രേസ് ബാങ്ക്. ഇതൊന്ന് അക്കാഡമിക് ഫ്രേസ് ബാങ്ക് ഒന്നും കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ കം അപ്പ് ഡെഫിനറ്റ്ലി. അപ്പോൾ ഇൻട്രഡക്ഷനിൽ എന്തൊക്കെ ഫ്രേസസ് ആണ് യൂസ് ചെയ്യേണ്ടത്, ദ ബോഡി for your arguments, what are the things that you need to use, in the conclusion how you need to use all this. It will definitely say that phrase bank is very good. ഞാൻ എൻ്റെ essay സ്റ്റാർട്ട് ചെയ്തപ്പോഴൊക്കെ, MSc ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴൊക്കെ അത് നല്ലോണം യൂസ് ചെയ്തിരുന്നു. ഇറ്റ് വാസ് വെരി ഗുഡ്. അപ്പം അതാണ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ, അല്ലെ അതിൻ്റെ സ്കില്ല്. പിന്നെ ലീമ പറഞ്ഞു, ഷീ സെഡ് ഇറ്റ് ഷുഡ് ബി ഫോർമൽ, ഇല്ലേ? ഇറ്റ് മോർ ദൻ ഫോർമൽ, ഇറ്റ് ഷുഡ് ബി അതോറിറ്റേറ്റീവ്. ഇപ്പം ഇത്രയും നിങ്ങൾ വായിച്ചു, ഇത്രയും വായിച്ചിട്ടാണ് ഈ സംഭവം എഴുതുന്നത്. സോ ഇറ്റ് ഷുഡ് കം ലൈക്ക് ഇങ്ങനെ എന്താ പറയുക, മേ ബി അങ്ങനെയുള്ള വാക്കുകളൊന്നും യൂസ് ചെയ്യാണ്ട് ദിസ് വിൽ അല്ലെങ്കിൽ ദിസ് ക്യാൻ അങ്ങനെയൊക്കെയുള്ള ഒരു അതോറിറ്റേറ്റീവ് വോയിസിലും കൂടിയാണ് നമ്മളിത് എഴുതുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് എ വെരി ഗുഡ് പേപ്പർ ഓർ വെരി ഗുഡ് അസസ്മെൻറ്റ്. പിന്നെ ഓക്കെ, സോ നമ്മൾ നോളേജ് കഴിഞ്ഞു, റൈറ്റിംഗ് കഴിഞ്ഞു. പിന്നെ നോക്കുന്നത് സ്ട്രക്ചർ. ഇത് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു കാര്യമാണ്. ആസ് സൂൺ ആസ് ഐ ലുക്ക് അറ്റ് ദാറ്റ് വർക്ക്, ഞാൻ നോക്കും ഇറ്റ് കറക്റ്റ്ലി അലൈൻഡ്. അപ്പം 90% ഓഫ് ദ അസൈൻമെൻറ്റ്സ് ഗൈഡ് ലൈൻസിൽ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇറ്റ് ഷുഡ് ബി ജസ്റ്റിഫൈഡ്. അതിൻ്റെ അലൈൻമെൻറ്റ് ഷുഡ് ബി ജസ്റ്റിഫൈഡ്. പിന്നെ അതിൻ്റെ സ്പേസിങ്, ഡബിൾ സ്പേസിങ് ആണ് സാധാരണ. ഫോണ്ട് സൈസ്, ഫോണ്ട് ടൈപ്പ്, ഇതൊക്കെ സ്പെസിഫൈ ചെയ്യും നിങ്ങളുടെ അസൈൻമെൻറ്റ് ബ്രീഫ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ മോഡ്യൂൾ ഹാൻഡ് ബുക്ക്. ആ സ്പെസിഫിക്കേഷനിലാണോ ഈ വർക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്? ആക്ച്വലി അതാണ് ഫസ്റ്റ് ഒരു അസസർ കാണുക. അതോടെ ആ ഒരു ഇംപ്രഷൻ ഇസ് made in your assessor. And as soon as that impression is done, you give that kind of an impression, your work is half done, I would say. Karanam, you're making it easy for the assessor. Appam, and not only that, it suggests to the assessor that you have looked at all these module specifications and the guidelines ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ട്. ആ ലിറ്റിൽ അറ്റൻഷൻ ടു ഡീറ്റെയിൽ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ കുറച്ച് ഒരു ഇതാവുന്നത്. എനിക്ക് ഇച്ചിരി നിർബന്ധമാണ് ആ ഡബിൾ സ്പേസിങ്, ഫോണ്ട് ഒക്കെ. പിന്നെ ഇൻട്രഡക്ഷനിൽ ലീമ പറഞ്ഞ പോലെ വാട്ട് ആർ യു ഗോയിങ് ടു ഡു ആൻഡ് ഹൗ യു ആർ ഗോയിങ് ടു ഡു, അതങ്ങ് ചെയ്യാം. പിന്നെ ഓക്കെ, സോ ദാറ്റ്സ് ഇൻ ദ ഇൻട്രഡക്ഷൻ. പിന്നെ സ്ട്രക്ചറിൽ വരുന്ന ഒരു ഇതാണ്, ലൈക്ക് ഐ ബ്രീഫ്ലി മെൻഷൻഡ് ഇൻ ദ ബിഗിനിങ്, ഇസ് ദെയർ എ കൊഹറൻസ്, ഇസ് ദെയർ എ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ? മേലെ പറയേണ്ടത് അവസാനം കൊണ്ടുപോയിട്ടും അവസാനം പറയേണ്ടത് മേലെയും പോയി പറയേണ്ട ഒരു സ്ഥലമല്ല ഈ അസസ്മെൻറ്റ്, ഈ അസൈൻമെൻറ്റ്, this work. So you need to be careful how you have planned out the work. ഏത് പോയിന്റ് എവിടെയാ കൊണ്ടുപോയി വെക്കേണ്ടത്, how are you organizing your information? That is also very critical, very important. പിന്നെ ലീമ പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പാരഗ്രാഫിൻ്റെ സ്ട്രക്ചർ, ഈച്ച് പാരഗ്രാഫ് ഹാസ് ടു ഹാവ് എ പോയിന്റ്, എവിഡൻസ്, ആൻഡ് ഷീ യൂസ് ദ വേർഡ് എക്സ്പ്ലെയിൻ. ഞാൻ പറയാ അനാലിസിസ്. സോ ഇറ്റ് ഈസ് P for point, E for evidence, definitely an evidence for that point, and either explain or you be analytical. ഈ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം എന്താ പ്രശ്നം വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സംടൈംസ് ഡിസ്ക്രിപ്റ്റർ പറയും ക്രിറ്റിക്കലി എക്സ്പ്ലെയിൻ, പക്ഷെ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. എക്സ്പ്ലെയിൻ പറഞ്ഞിട്ട് ഒരു സൂപ്പർഫിഷ്യൽ ഡിസ്ക്രിപ്ഷൻ അങ്ങ് കൊടുത്തിട്ട് അവിടെ നിർത്തും. അവിടെ ഒരു വേർഡ് ഉണ്ടാവും ചിലപ്പം, ക്രിറ്റിക്കലി എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ക്രിറ്റിക്കലി ഡിസ്കസ്. അപ്പം ഇറ്റ് ഈസ് ബെറ്റർ യു തിങ്ക് എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ്,
എന്താണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻ, അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിലാണ് നമ്മൾക്ക് മാർക്ക് കിട്ടുക. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് PEA. ഓക്കെ. സോ അതൊന്ന്. പിന്നെ ലീമ പറഞ്ഞ ഇത് ഒരു പാരഗ്രാഫിൽ നിന്ന് വേറെ അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യാൻ പാടില്ല. ഒരു ട്രാൻസിഷൻ ഉണ്ടാവണം. ഇറ്റ് ഷുഡ് ഗോ സ്മൂത്ത്ലി ഫ്രം വൺ പാരഗ്രാഫ് ടു ദി അതർ. സോ ആ കണക്റ്റീവ് സെൻറ്റൻസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പാരഗ്രാഫ് വേണം, ഈ നെക്സ്റ്റ് പാരഗ്രാഫ് ഓപ്പൺ ചെയ്യുന്നതിലും വേണം. അപ്പം അതിന് കുറച്ച് എന്താ പറയുക, കണക്റ്റീവ് യൂസസ് യു ക്യാൻ യൂസ് സിമിലർലി, അക്കോർഡിംഗ്ലി, ഇൻ എഡിഷൻ, മോർ ഓവർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കണക്റ്റീവ്സ് ഉണ്ട്. ഒരു ഒരു പാരഗ്രാഫിൽ നിന്ന് വേറെ പാരഗ്രാഫിലേക്ക് പോകാനായിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. അത് ഈ അക്കാഡമിക് ഈ ഫ്രേസ് ബാങ്ക് വിൽ ഷോ യു ഹൗ ടു യൂസ് ദോസ് കൈൻഡ് ഓഫ് വേർഡ്സ്. പിന്നെ ഓക്കെ, അപ്പം അത് കഴിഞ്ഞു. സ്ട്രക്ചറിൽ അത്രയും കാര്യങ്ങൾ. പിന്നെ ഈ സ്ട്രക്ചറിലാണ് നമ്മൾ നോക്കുക, നമ്മൾ അസൈൻമെൻറ്റ് ക്രൈറ്റീരിയയിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് കാണിക്കുന്നതും ഈ സ്ട്രക്ചറിലാണ്. സോ അതൊക്കെ നമ്മൾ ചെയ്തു. സോ ഇറ്റ്സ് ഓൾ ഗോൺ വെൽ. പിന്നെ എവിഡൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. യൂഷ്വലി ദ എവിഡൻസ് ഷുഡ് കം ഫ്രം ഡെഫിനറ്റ്ലി യുവർ പ്രൈമറി സോഴ്സസ്. ഈ NHS വെബ്സൈറ്റ്, NHS ഇംഗ്ലണ്ട്, ഡയബറ്റിസ് UK, റിൻസി ഇവിടെ ഉണ്ടെങ്കിൽ റിൻസി എന്നെ കൊല്ലും. ഡയബറ്റിസ് UK, ദീസ് ആർ ഓൾ സെക്കൻഡറി സോഴ്സസ്. ഇതൊക്കെ എന്താ പറയുക, പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു 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 ഓർഗനൈസേഷനാണ്. ഇപ്പോൾ ഡയബറ്റിസ് UK എടുക്കുകയാണെങ്കിൽ അതൊരു ചാരിറ്റിയാണ്. അപ്പോൾ അതൊക്കെ ഈ പേഷ്യൻസ്, സർവീസ് യൂസേഴ്സിന് വേണ്ടിയിട്ട്. അത് നല്ലതല്ല, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ തെറ്റാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ അവിടുന്ന് ഇൻഫർമേഷൻ എടുത്തിട്ട് നമ്മുടെ അസൈൻമെൻറ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ലേ ലാംഗ്വേജ് ആവും. ലീമ പറഞ്ഞതുപോലത്തുള്ള ആ ഫോർമൽ ടോണോ സ്റ്റൈലോ ഇമാതിരി എന്താ പറയുക, അവിടുന്ന് എടുക്കുന്ന ഇൻഫർമേഷന് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഡോണ്ട് യൂസ് സെക്കൻഡറി സോഴ്സസ്. ഡോണ്ട് യൂസ് ഗാർഡിയൻ ന്യൂസ് പേപ്പർ, ടൈംസ് ന്യൂസ് പേപ്പർ, BBC ന്യൂസ്. യൂസ് ഓൺലി പ്രൈമറി ആർട്ടിക്കിൾസ്. ആൻഡ് ഈ പ്രൈമറി ആർട്ടിക്കിൾസ് കുറച്ച് നമുക്ക് നമ്മളുടെ ഒരു എന്താ പറയുക, നമുക്ക് അറിയണം എന്നല്ല ഞാൻ പറയുന്നത്. ഏതൊക്കെ ജേർണൽസാണ് നമ്മൾ ഈ മോഡ്യൂളിന് വേണ്ടി വായിക്കേണ്ടത്, ഏതൊക്കെ ബുക്കാണ് നമ്മൾ ഈ മോഡ്യൂളിന് വേണ്ടി വായിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഇത് നമ്മുടെ എല്ലാ മോഡ്യൂളിനും ഒരു റീഡിംഗ്. യെസ്, ഡെഫിനറ്റ്ലി സുനീത. ഒരു മോഡ്യൂളിൻ്റെ റീഡിംഗ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻറ് ബോഡിയിലെ ഒരു 90% കൊച്ചുങ്ങളും അറിയാത്ത ഒരു കാര്യമാണ് ഈ റീഡിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സത്യമായിട്ട് ഞാൻ MSc ചെയ്തപ്പോഴൊന്നും ഞാൻ ഈ റീഡിംഗ് ലിസ്റ്റ് കണ്ടിട്ടില്ല. പക്ഷേ ഈ റീഡിംഗ് ലിസ്റ്റ് എല്ലാം ഉണ്ട് ആക്ച്വലി. ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കാണ് നോക്കേണ്ടത്, ഏതൊക്കെ ജേർണൽസ് ആണ് നോക്കേണ്ടത്, ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് നോക്കേണ്ടതെന്ന് വരെ അവർ വളരെ കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. കാരണം ഇറ്റ് ഈസ് വൺ ഓഫ് ദ റെഗുലേഷൻസ്. ഒരു മോഡ്യൂൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്യുമ്പം അവർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ റീഡിംഗ് ലിസ്റ്റ്. നോട്ട് ഓൺലി അത് ചെയ്യണം എന്നല്ല, അത് അപ്ഡേറ്റും ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ജാമ്പവാന്റെ കാലത്തുള്ള ഇൻഫർമേഷൻ അല്ല ഇവർ ഈ റീഡിംഗ് ലിസ്റ്റിൽ വെക്കുന്നത്. ഇറ്റ് ഷുഡ് ഹാവ് ബീൻ കറൻറ്റ് ഇൻഫർമേഷൻ. സോ ഇറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് എന്താ പറയുക, നമ്മുടെ കോൾ ഈ എന്താണ് വായിക്കേണ്ടത്. അപ്പം ഗൂഗിളിൽ പോയിട്ട് നോക്കുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഗോയിങ് ടു ദിസ് യുവർ റീഡിംഗ് ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ, എന്നിട്ട് ആ റീഡിംഗ് ലിസ്റ്റ് നോക്കിയിട്ട് ഓക്കെ ദീസ് ആർ ദ തിങ്സ് ഐ ഹാവ് ടു റീഡ്. എന്നിട്ട് ലീമ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ സ്കിം റീഡ് ചെയ്യുക, ആവശ്യമുള്ള കാര്യങ്ങൾ യു ജസ്റ്റ് ഡീപ്പ് റീഡ്. So that is how you get your evidence, the sources of evidence. പിന്നെ അതിനകത്ത് ഇനി പറയാനുള്ള ഒരു കാര്യം കൂടി, ഈ എവിഡൻസിൻ്റെ ഉള്ളിൽ എവിഡൻസ് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് ഓൾറെഡി 40 minutes. ഓക്കെ, പറയുന്ന കാര്യം റെഫറൻസിങ്. ഈ റെഫറൻസിങ് എവറി മോഡ്യൂൾ അല്ലെങ്കിൽ എവറി കോഴ്സ് വിൽ ഹാവ് ദിയർ ഓൺ സ്റ്റൈൽ ഓഫ് റെഫറൻസിങ്. നമ്മുടെ സാൽഫേർഡിലാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഹവാർഡ് APA 6th സ്റ്റൈല്. പക്ഷേ
ഇതിലാണ് കൂടുതൽ മിസ്റ്റേക്ക് വരുന്നത്. ബട്ട് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് വി ക്യാൻ ഡു. അത് അതിന് കാരണം അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനൊരു ഗൈഡ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ റെഫറൻസ് ചെയ്യേണ്ടത്. അത് ഈ ജേർണൽ ആർട്ടിക്കിൾ ആണെങ്കിൽ അല്ലെങ്കിൽ ബുക്കാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് എല്ലാ യൂണിവേഴ്സിറ്റീൻ്റെ ലൈബ്രറിയിലും ലൈബ്രറി സ്കിൽസിൽ പറയുന്നുണ്ടാവും. അവരല്ലെങ്കിൽ ഇ ലേണിംഗ് വെച്ചിട്ടുണ്ടാവും ഡിഫറെൻറ്റ് സ്റ്റൈലിൽ. നമ്മളതൊന്നും നോക്കേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് ഹൊറൻഡസ് അറ്റ് ഓൾ. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൾട്ട് അറ്റ് ഓൾ. ഓൾ യു നീഡ് ടു മേ ബി സ്പെൻഡ് 1 അവർ. ഞാൻ ഈ അടുത്ത ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഇരുന്നു. പുള്ളിക്കാരത്തിക്ക് ഡിസ്ലെക്സിയാണ്, മറ്റേതാണ് മറിച്ചേതാണ്, അവൾക്ക് തീരെ ഇത് അറിയില്ല, റെഫറൻസിങ് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഐ സ്പെൻഡ് 1 hour with her. We did that e-learning together. Now she is doing buddy system for the rest of her ഗ്രൂപ്പ്സ്. എങ്ങനെയാണ് റെഫറൻസിങ് ചെയ്യേണ്ടത്. ജസ്റ്റ് ആ ഒരു ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈസി പീസി, ലെമൺസ് പീസി. പിന്നെ അത് ഇൻ ടെക്സ്റ്റിൽ എങ്ങനെയാണ് സൈറ്റ് ചെയ്യുക, എങ്ങനെയാണ് അതോറിറ്റേറ്റീവ്ലി യൂസ് ചെയ്യുക. ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ ഈ എവിഡൻസ് വെക്കാണ്ട്, ഞാൻ പറഞ്ഞില്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇൻ ദ ക്വാളിറ്റേറ്റീവ് എക്സ്പ്ലോറേഷൻ. അപ്പോൾ എന്ത് സ്റ്റഡിയാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് നമ്മുടെ അസസറിന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. സോ അത്രയും അതോറിറ്റേറ്റീവ്ലി യു ഓൾ ക്യാൻ ഡു. കാരണം എന്നെ പോലെയുള്ള ഒരു എന്താ പറയുക, ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഐ കനോട്ട് ഇമാജിൻ ഹൗ മച്ച് മോർ യു ഓൾ ക്യാൻ ഡു. സോ ദാറ്റ്സ് ദ റെഫറൻസിങ്. ഇത്രയും ഇതാണ് നമ്മൾ ഒരു അസസർ നോക്കുന്നത്. ആൻഡ് ദീസ് ആർ ദ വേസ് വി ക്യാൻ കൈൻഡ് ഓഫ് ഇംപ്രസ് ദി അസസർ ഓർ മേക്ക് ദ തിങ്സ് ഈസി ഫോർ ദി അസസർ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഓവറോൾ പ്രസൻറ്റേഷൻ, ഈ ഫോണ്ട് സൈസ്, ഫോണ്ട് ടൈപ്പ്, അതൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ ഇതൊക്കെ ഒന്ന് നോക്കി ഇതാക്കുക. പിന്നെ ലാസ്റ്റ്, ആൻഡ് ദിസ് ഇസ് എ വെരി വെരി ലാസ്റ്റ് പോയിന്റ്, ഇത് ഞാൻ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ്. പക്ഷേ നിങ്ങളോട് ഞാൻ പറയാണ്, ദിസ് ഇസ് ദ ബെസ്റ്റ് പ്രാക്ടീസ്. അതായത് ഒരു അസൈൻമെൻറ്റ് ചെയ്ത് അതിൻ്റെ 11ാമത്തെ മണിക്കൂറിലല്ല നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഒരു അറ്റ്ലീസ്റ്റ് ഒരു ആഴ്ച മുന്നേ കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ ഇത് പറയുമ്പോൾ ഞാനൊരു ഹിപ്പോക്രറ്റാണ്, ഡെഫിനറ്റ്ലി. ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. ഞാനൊരു 4th ചെയ്തത്. പക്ഷേ തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റി. പക്ഷേ നിങ്ങളോട് ഞാൻ പറയാണ്, ഇറ്റ്സ് നോട്ട് എ ഗുഡ് പ്രാക്ടീസ്. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി നമ്മളെ ബേൺ ഔട്ട് ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് ഈ 11th hour എല്ലാം എഴുതി ചെയ്യുക എന്നുള്ളത്. സോ പ്ലാൻ എഹെഡ് വെൻ യു ഹാവ് ടു സബ്മിറ്റ്. അത് ഞാൻ കണ്ടു പഠിച്ചത് എൻ്റെ കുറച്ച് കൊലീഗ്സ് ഉണ്ടായിരുന്നു. ദേ വിൽ പ്ലാൻ അവരുടെ ഓഫ് അല്ലെങ്കിൽ അവരുടെ ആനുവൽ ലീവ്. ഐ ഹാവ് ടു സബ്മിറ്റ് ഇത് ഇന്ന ദിവസം, അപ്പം ഐ ഹാവ് ടു ടേക്ക് ആനുവൽ ലീവ്. അപ്പം ഞാൻ ഓർക്കും, സോ 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 ഐ ലേൺഡ് ഫ്രം ദെം ദാറ്റ് ദേ പ്ലാൻ ഫോർ ദാറ്റ് സബ്മിഷൻ. എനിവേ, ആ ആ 1 വീക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ലീമ പറഞ്ഞതുപോലെ എന്താ പറയുക, ഒരു ക്രിട്ടിക്കൽ ഫ്രണ്ടിനെ കൊണ്ടൊന്ന് വായിപ്പിച്ച് നമുക്കൊന്ന് പ്രൂഫ് റീഡൊക്കെ ചെയ്ത് നമ്മുടെ വേർഡ് കൗണ്ടിലോട്ടേക്ക് ഒന്ന് കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത് പ്രൂഫ് റീഡ്, അറ്റൻഷൻ ടു ഡീറ്റെയിൽ, ഓൾ ദ ടിപ്പോഗ്രഫിക്കൽ എറേഴ്സൊക്കെ നമുക്ക് മാറ്റാം. എന്നിട്ട് ഒരു പോളിഷ്ഡ് പീസായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, മോസ്റ്റ് ഓഫ് ദ സബ്മിഷൻ ടൈം ഇസ് 4 o'clock. നമ്മളിത് 4 o'clock ഡോട്ടിന് സബ്മിറ്റ് ചെയ്താൽ സിസ്റ്റം ഹാങ് ചെയ്യും. എന്നിട്ട് പിന്നെ അത് 4:01 ആവും, 4:02 ആവും. ഈ 2 മിനിറ്റ് ആണെങ്കിലും 1 മിനിറ്റ് ആണെങ്കിലും എത്ര സെക്കൻഡ് ആണെങ്കിലും ഇറ്റ് ബിക്കംസ് എ ലേറ്റ് സബ്മിഷൻ. ചില യൂണിവേഴ്സിറ്റീസ് വിൽ ഗിവ് യു പെനാൽറ്റി ഫോർ ദാറ്റ്. ഇറ്റ് ഇസ് കോൾഡ് ലേറ്റ് സബ്മിഷൻ ആൻഡ് ദേ വിൽ ഗിവ് യു പെനാൽറ്റി. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് ഈ ഏർലി സബ്മിഷൻ, അല്ലെങ്കിൽ ഒരു ഓവറോൾ ഫിനിഷിംഗ് പോയിന്റ് ഒരു 1 വീക്ക് മുന്നേ വെക്കാം. പിന്നെ പിന്നെ ഇത് വേർഡ് കൗണ്ടിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഒന്നുള്ളതാണ് ഈ സിമിലാരിറ്റി. സിമിലാരിറ്റി എന്ന് പറയുന്നത് ഈ ടേണിറ്റിൻ, ലീമ ടച്ച് ദാറ്റ് പ്ലജറിസം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. Okay, so what happens is when you submit your assignment in the it is a Turnitin is a software
It is not called a plagiarism നമ്മൾ ഇതാക്കുകയാണ്. വാട്ട് ഇറ്റ് ഡസ് ഇസ് ഈ യൂണിവേഴ്സിൻ്റെ സകല ഭാഗത്തും പോയിട്ട് എനി വേർഡ് ഓർ എനി ഫ്രേസ് ഓർ എനി ടേം ദാറ്റ് ഇസ് സിമിലർ ടു ദാറ്റ് പെർട്ടിക്കുലർ വർക്ക് അത് ഫ്ലാഗ് അപ്പ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ ഹൈലൈറ്റ് ചെയ്യും. So as an assessor, as a marker or a grade, somebody who's marking your work, I have to look at the score. അപ്പം definitely every university will have draft submissions. You can submit your work എന്നിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങളുടെ സിമിലാരിറ്റി എത്രയാണെന്ന്. But you shouldn't go by the score. What you have to go through is you have to check your work and see any paragraphs highlight ആയിട്ടുണ്ടോ. മോർ ദൻ ഇത്ര പെർസെൻറ്റേജിൽ അല്ലെങ്കിൽ ഇത്ര ഒരു സെൻറ്റൻസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടോ മൊത്തമായിട്ടും, ഇൻസ്റ്റെഡ് ഓഫ് വൺ വേർഡ്, ടു വേർഡ്സ്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒരു പാരഗ്രാഫ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സെൻറ്റൻസസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഇറ്റ് ബിക്കംസ് എൻ അക്കാഡമിക് മിസ്കോണ്ടാക്ട്. അപ്പം സോ ആൻഡ് അഗെയിൻ ഇറ്റ് ഈസ് ഈസി. അങ്ങനെ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പാരഫ്രൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതൊന്ന് എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് മാറ്റി എഴുതാൻ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ. And the final, last, one more thing is having a kind of a diary for these words. നമ്മൾ the more you വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല നല്ല വേർഡ്സ് കിട്ടും. ആൻഡ് the more you വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ മിക്ക റിസർച്ചേഴ്സും ഏകദേശം സെയിം വേർഡ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പോസിറ്റി, ഈ അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയൊരു വേർഡാണ് എഡ്യൂസ്, പിന്നെ സബ്ഹ്യൂം, ഇങ്ങനത്തെ കുറച്ച് നല്ല സോഫിസ്റ്റിക്കേറ്റഡ് വേർഡ്സൊക്കെ അല്ലെങ്കിൽ ആ സെൻറ്റൻസോടെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഒരു നല്ല ജേർണലോ അല്ലെങ്കിൽ ഒരു ഡയറിയോ അതിന് വേണ്ടി തന്നെ മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. ഓൾസോ ഈ ടീച്ചേഴ്സ് ട്യൂട്ടേഴ്സ് പറയുന്ന ചില വേർഡ്സ് ഉണ്ടാവുമല്ലോ, അവരുടെ ഒരു ലാംഗ്വേജ് ഉണ്ടാവുമല്ലോ, ചില വേർഡ്സൊക്കെ എനിക്ക് ഇഷ്ടമാകുമ്പം ഞാൻ എഴുതി വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്ഥലം ഉണ്ടാവുന്നത് നല്ലതാണ്. സോ okay, Teresa, you have asked, is it necessary to get 100% Turnitin? If not, what is it? There is, Teresa, that's what I said. There is no safe range as such. Anything less than 10% may not be എന്താ പറയുക, ഒരു it might not flag up as plagiarized or it is as a high score. But when you look at, if it is just 1,000 worded assignment, and if you look at that 10%, if it is a bulk from like a paragraph, അങ്ങനെയൊക്കെ ആണെങ്കിൽ you will be caught. അതുകൊണ്ട് ആ സ്കോറ് എന്താ പറയുക, what should I say with the score? You have to be careful in interpreting the score. അത് സൂക്ഷിച്ച് അത് മനസ്സിലാക്കി എടുക്കണം, എവിടെയാണ് ഈ സിമിലാരിറ്റി വന്നിരിക്കുന്നത്, ഈ പാരഗ്രാഫിലാണോ, സെൻറ്റൻസിലാണോ, അതോ നമ്മൾ എഴുതിയ റെഫറൻസ് ലിസ്റ്റിലാണോ. അപ്പോൾ അവിടെയൊക്കെ കൂടുതലായിട്ട് ഇത് വരാൻ ചാൻസ് ഉണ്ട്, സിമിലാരിറ്റി വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ റെഫറൻസ് ലിസ്റ്റിലൊക്കെ സിമിലാരിറ്റി വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് വറി ടു മച്ച് അബൌട്ട് ദാറ്റ്. പിന്നെ നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ ഒക്കെ എഴുതുകയാണെങ്കിൽ ഈ സമ്മറി ടേബിളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഹയർ സിമിലാരിറ്റി സ്കോർ. പക്ഷേ ഇറ്റ് ഈസ് ഓൾവേസ് ബെസ്റ്റ് ടു ഹാവ് എ ലുക്ക് എന്താണ് നമ്മുടെ മോഡ്യൂൾ ഗൈഡ് പറയുന്നത്, നിങ്ങളുടെ മോഡ്യൂൾ ട്യൂട്ടേഴ്സ് എന്താ പറയുന്നത്, ഈ അസസ്മെൻറ്റിൻ്റെ വർക്ക്ഷോപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ സമയത്ത് ഇവരെന്താ പറയുന്നത്. ചിലപ്പോൾ അവർ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള ഒരു ഇൻഫർമേഷൻ തരും. ഇങ്ങനെ ഡ്രാഫ്റ്റ് ഇന്ന സ്ഥലത്ത് സബ്മിറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ഷോ ദ സിമിലാരിറ്റി. അപ്പോൾ നിങ്ങൾ അതിന് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? ഐ എം സോ സോറി, ഞാൻ വിചാരിച്ചു ഇത് 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ, 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. ബട്ട് ഇറ്റ് ഈസ് 50 minutes. So sorry. Any questions?
അപ്പൊ എല്ലാവർക്കും ഒരു 90 കിട്ടേണ്ട ഒരു ഒരു ഗുട്ടൻസ് ഇപ്പൊ പിടികിട്ടിയില്ലേ? Okay, so I'm just going to close off now. It's almost 1 hour. Anything else? Anything to say? If not, I'll say thank you, Joby. Thank you so much for this opportunity and what you're doing. Thank you, Seema. There are many other people who here. Um, I have to say thank you. കാരണം ഞാൻ അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു I have never done this before. And എനിക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ മുമ്പിൽ ഇരിക്കാനൊന്നും അത്ര പേടിയില്ല. പക്ഷേ നിങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ക്ലിനീഷ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വന്നിട്ട് ഇതിങ്ങനെ പറയാന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി നെർവസ് റാക്കിങ്. പക്ഷേ if there is any mistakes, please forgive. Any errors, please let me know. I hope it was useful for you. Okay? God bless. Thank you. So, um, thank you all. God bless. Thank you, Susan. Thank you, Aji. Thank you for all your comments. God bless. Thank you, Adarsh. Thanks, Chitra. Okay. God bless. Bye bye. I hope I'm doing the correct thing by ending this live video. Bye.